ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇത് എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഇങ്ങനെ മുല്ലപ്പൂ മൊട്ട് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഹെൽപ്പിംഗ് വീഡിയോ ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ അതായത് പേഴ്സണലായിട്ട് ഞാനിത് വീട്ടിൽ ചെയ്യുന്ന സമയത്തും എനിക്കുണ്ടായ കുറച്ച് പ്രശ്നങ്ങളും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളുമാണ് ഞാൻ ഇതിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് നിങ്ങളാണെങ്കിലും സെർച്ച് ചെയ്ത് യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും നോക്കുമ്പോൾ ഇത് പെട്ടെന്ന് ഈ മുല്ലപ്പൂ മൊട്ടായിട്ട് ഫോം ചെയ്യുന്ന ആ ഒരു രീതിയിലായിരിക്കും പല വീഡിയോസും കണ്ടിട്ടുള്ളത്, ആ സ്പീഡ് കൂടുന്നതിനനുസരിച്ച്. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന അത്ര എളുപ്പത്തിൽ ഈ കാര്യങ്ങൾ നടക്കില്ല എന്ന് നമ്മൾ ആദ്യം ഒന്ന് കരുതി വെക്കുക. ഏറ്റവും കുറഞ്ഞ ചൂടിലാണ് ഇപ്പോൾ തേപ്പുപെട്ടി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം കണ്ടൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏറ്റവും കുറച്ച് ചൂട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ആ പെറ്റൽസ് കരിഞ്ഞു പോകുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അതനുസരിച്ചാണ് ആദ്യം ചെയ്തത്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ട് എനിക്കുണ്ടായൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പെറ്റൽസിന് പ്രത്യേകിച്ച് ഒരു ചേഞ്ചസും ഉണ്ടായില്ല എന്നുള്ളതാണ്. ഞാൻ എങ്ങനെ വെച്ചോ അങ്ങനെ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മൾ സാധാരണ വീഡിയോയിൽ കാണുന്ന രീതിയിലുള്ളതാണ്. പെറ്റൽസ് വെക്കുന്നു, പെട്ടെന്ന് തന്നെ ആ മൊട്ടായിട്ട് മാറുന്ന രീതിയിലുള്ള വീഡിയോസിൽ കാണുന്ന രീതിയിലുള്ളതാണ് ഞാനിപ്പോൾ കാണിച്ചത്. അപ്പോൾ ശരിക്കും നമ്മളത് എങ്ങനെ ചെയ്യണം, അപ്പോൾ നമ്മൾ തീപ്പൊട്ടിയുടെ ചൂട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. എപ്പോഴും കുറച്ച് ചൂട് കൂട്ടി വെച്ചതിന് ശേഷം മാത്രമേ ഈ പെറ്റൽസ് വെച്ച് നോക്കാവുള്ളൂ. ഇപ്പം ഞാൻ ഏറ്റവും മിനിമത്തിലായിരുന്നു ഇട്ടിരുന്നത്, അതൊന്ന് കൂട്ടി വെക്കണം നമ്മൾ. ഇതാ മിനിമത്തിൽ വെച്ച് കഴിയുമ്പോൾ നമുക്ക് അത് ഞാൻ ഓൾറെഡി ഇതിന് വേണ്ടി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പെറ്റൽസാണ്. അപ്പോൾ അതൊന്ന് വെച്ച് കാണിക്കാം. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ ആ വീഡിയോയിൽ കണ്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു സമയമുണ്ട്, ആ സമയത്തിനുള്ളിൽ പ്രത്യേകിച്ച് ഇതിന് മാറ്റങ്ങളൊന്നും സംഭവിക്കില്ല. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്തു തുടങ്ങുന്നവർ പ്രതീക്ഷിക്കും ഇതിൻ്റെ എന്താ ശരിയാകാത്തത്, വീഡിയോസിൽ പെട്ടെന്ന് ശരിയായാലും എൻ്റെ എന്താണ് ശരിയാകാത്തതെന്ന് വിചാരിക്കും. അപ്പോൾ നോക്കിയാൽ മനസ്സിലാവും പെറ്റൽസിന് പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ടെൻസ്ഡ് ആവും, ഞാൻ വെറുതെ വാങ്ങിയോ, ഇതെനിക്ക് അറിയത്തില്ലേ, എനിക്ക് ശരിയായി കിട്ടില്ല എന്നൊക്കെ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും. പക്ഷേ അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം തേപ്പൊട്ടിയുടെ ചൂട് കറക്റ്റ് ആകാത്തത് കൊണ്ടാണ്. അപ്പോൾ ഏറ്റവും മാക്സിമത്തിൽ വെക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ കൈ ഇങ്ങനെ ആരും വെക്കരുത്, ചൂട് തട്ടാനും സാധ്യതയുണ്ട്. കറണ്ട് ബില്ലും ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ കൈ പൊള്ളാതെ ശ്രദ്ധിക്കുക. അപ്പോൾ ചൂട് കുറച്ച് കൂട്ടി വെച്ചതിന് ശേഷം മാക്സിമത്തിൽ വെച്ചിട്ട് ഞാൻ കൈ കൊണ്ടൊന്ന് വെച്ച് കാണിക്കുകയാണ്. അപ്പോൾ ഇത് ഈ ഒരു ഫോമിലോട്ട് വരും. ഇതൊന്നും കൂടെ വെച്ച് കാണിക്കാം. ക്ലിയർ ആയില്ല എന്ന് തോന്നുന്നു. ഇതാ തേപ്പൊട്ടിയിൽ ഇങ്ങനെ പെറ്റൽസ് വെക്കുന്നു. അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് അതിൻ്റെ പെറ്റൽസ് എവിടെയെങ്കിലും ചൂടുള്ള ഭാഗത്ത് തട്ടി അതിങ്ങനെ മടങ്ങി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് തോന്നുന്നു. ആ വലിയ രീതിയിലുണ്ടായിരുന്ന പെറ്റൽസ് പതുക്കെ ചുരുങ്ങി വലിഞ്ഞു വരുന്നത് പോലെ നിങ്ങൾക്ക് മനസ്സിലാവും. ആ സമയത്ത് പതുക്കെ ആ സെൻറ്റർ ഭാഗത്ത് നിന്ന് നമ്മൾ പിടിച്ചിരിക്കുന്ന പതുക്കെ ഒന്ന് അയച്ചു കൊടുക്കുമ്പോൾ അത് പതിയെ താഴേക്ക് വീഴും. നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടും. അപ്പോൾ നമ്മൾ പതുക്കെ എല്ലാ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് ചേർത്ത് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടും. അപ്പോൾ ഒരു സ്പീഡിൽ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോയിൽ കണ്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നന്ദി.